കോൺഗ്രസ് മുൻ വക്താവ് ടോം വടക്കൻ ബിജെപിയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണം വേദനിപ്പിച്ചുവെന്നും കോൺഗ്രസിൽ കുടുംബവാഴ്ചയാണെന്നും ടോം വടക്കൻ ബിജെപിയിൽ ചേർന്നതിന് ശേഷം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. I left the Congress party. The attack by Pakistani terrorists on our land and the reaction from my party was sad indeed. It hurt me deeply. When you question the integrity, I'm deeply hurt. And that's precisely the reason why I'm here. വിവരങ്ങളുമായി ടി ജെ ശ്രീലാലും എം ഉണ്ണികൃഷ്ണനും ചേരുന്നു. ആദ്യം ഉണ്ണിയിലേക്ക്. ഉണ്ണി, തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഒരു പ്രധാന നേതാവ് ബിജെപിയിൽ ചേരുന്നത്. കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഇത് ഞെട്ടിപ്പിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ബിജെപിയിലേക്ക് ചേരുന്നു എന്ന പ്രഖ്യാപനത്തോടൊപ്പം തന്നെയാണ് ടോം വടക്കൻ ചേരുന്ന കാര്യവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടോം വടക്കൻ വളരെ നാളുകളായി കോൺഗ്രസിന്റെ മാധ്യമവേദിയിലെ സ്ഥിരം മുഖമായിരുന്നു. ടെലിവിഷൻ ചർച്ചകളിലൊക്കെ കോൺഗ്രസിന് വേണ്ടി പതിവായി പങ്കെടുക്കുന്ന മുഖം കൂടിയായിരുന്നു ടോം വടക്കൻ. ആ ടോം വടക്കനാണ് ഇപ്പോൾ ബിജെപി വേദിയിലെത്തിക്കൊണ്ട് കോൺഗ്രസിനെ പഴിച്ചുകൊണ്ട് ബിജെപിയുടെ ഭാഗമാകുന്നത്. അദ്ദേഹം ഔദ്യോഗികമായി പറയുന്ന കാരണം മിന്നലാക്രമണത്തിന് ശേഷം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം സൈന്യത്തിന്റെ ആത്മവീര്യം ചോർത്തുന്ന മട്ടിലുള്ളതായിരുന്നു. മാത്രമല്ല മോഡിയുടെ വികസന പ്രവർത്തനങ്ങളെ താൻ മാനിക്കുന്നു. തന്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങളിൽ വലിയ ഖേദമുണ്ട് എന്നും ടോം വടക്കൻ പറയുന്നു. അത്തരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പുറമെ അദ്ദേഹം ബിജെപിയിൽ ചേരാനുള്ള തീരുമാനത്തെ ന്യായീകരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിന് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ടോം വടക്കൻ ബിജെപിയിലേക്ക് പോകുന്നത് അത് വലിയ ക്ഷീണം തന്നെയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കേരള സന്ദർശനം നടത്തുന്ന ദിവസം, അന്നേ ദിവസം തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ദേശീയ നിരയിലെ നേതാവ് ബിജെപിയിൽ ചേരുന്ന തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ടോം വടക്കൻ ഏതായാലും കേരളത്തിൽ മത്സരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. തൃശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് ബിജെപി പരിഗണിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ തന്നെ ടോം വടക്കനെ മത്സരിക്കാൻ കോൺഗ്രസിൽ നീക്കം നടന്നപ്പോഴേക്ക് പാർട്ടിയിൽ തന്നെ വലിയ അഭിപ്രായ ഭിന്നതകൾക്കിടയാക്കിയിരുന്നു. മാത്രമല്ല ടോം വടക്കന് അങ്ങനെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാക്കാനുള്ള പരിഗണനകളൊന്നും ലഭിച്ചിരുന്നില്ല. നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും അധികം മത്സരിക്കാനായി പേര് മുന്നോട്ട് വന്നപ്പോൾ തന്നെ പാർട്ടിക്കകത്ത് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. 1990 മുതൽ തന്നെ കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗവുമായി സജീവമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് ടോം വടക്കൻ. കോൺഗ്രസിന്റെ AICC സെക്രട്ടറി ആയിരുന്നു. മാധ്യമ വിഭാഗത്തെ കൈകാര്യം ചെയ്യുന്ന ആ രീതിയിലുള്ള പ്രവർത്തന പരിചയമുള്ള ടോം വടക്കനാണ് ഇപ്പോൾ ബിജെപിയിലേക്ക് ചേർന്നിരിക്കുന്നതും തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് അത് കോൺഗ്രസ് ക്യാമ്പിനെ വലിയ അമ്പരപ്പിൽ തന്നെയാണ് ആക്കിയിട്ടുള്ളത്. തീർച്ചയായും തിരിച്ചു വരാം. ഇൻപുട്ട് എഡിറ്റർ ടി ജെ ശ്രീലാൽ കൂടി ചേരുകയാണ്. ശ്രീലാൽ, തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. അപ്പോഴാണ് കോൺഗ്രസ് എക്കാലത്തും നേരിട്ടിരിക്കുന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു പ്രമുഖ നേതാവ്, അതും പല വാർത്താ സമ്മേളനങ്ങളുടെ മുഖമായിരുന്ന കോൺഗ്രസിന്റെ മുഖമായിരുന്ന ഒരു നേതാവ് ബിജെപിയിലേക്ക് പോകുന്നത്. കോൺഗ്രസിനെ എത്രമാത്രം പ്രതിരോധത്തിലാക്കും ഈ നടപടി? രേണുക, ഇവിടെ ഉണ്ടാകുന്നത് ടോം വടക്കൻ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നത് ഒരിക്കലും അതല്ല വിവാദമാകാൻ പോകുന്നത്, അല്ലെങ്കിൽ അതല്ല ബിജെപി വിഷയമാക്കാൻ പോകുന്നത്, അതല്ല കോൺഗ്രസിന് മറുപടി പറയാൻ സാഹചര്യം ഒരുക്കാൻ പോകുന്നത്. പോകുമ്പോൾ പറഞ്ഞുപോയ കാര്യമാണ്, അവിടെ ചേരുമ്പോൾ ടോം വടക്കൻ പറഞ്ഞ കാര്യമാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ അനുകൂലിക്കുന്നു. ഈ അതിർത്തി അടന്നുള്ള ഭീകരവാദം അടക്കമുള്ള വിഷയങ്ങൾ, അമർ ചെയ്യുന്നതിനുള്ള അടക്കം സ്വീകരിച്ച വിഷയങ്ങൾ താൻ അനുകൂലിക്കുന്നു. പക്ഷേ തൻ്റെ പാർട്ടി, താൻ നിന്നിരുന്ന പാർട്ടി അതിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുന്നു. ഇത് തനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അത് തനിക്ക് വേദനയുണ്ടാക്കി. തീർച്ചയായും ബിജെപി ഇപ്പോൾ കാണുന്നതും ബിജെപിക്ക് ഇപ്പോൾ ആവശ്യവുമായ ഏറ്റവും വലിയ ആയുധമാണ് അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് ടോം വടക്കൻ ബിജെപിയിൽ ചേരുന്നത്. ടോം വടക്കൻ ഈ പറയുന്നതിൽ എത്ര ആത്മാർത്ഥതയുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ്. കാരണം ഈ പ്രശ്നങ്ങളുണ്ടായപ്പോൾ, അതായത് നമ്മുടെ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാന്റെ പിടിയിലായ അടക്കമുള്ള ദിവസങ്ങളിൽ ടോം വടക്കൻ നടത്തിയ പ്രസ്താവനകൾ, നമ്മുടെ ചാനലിലൂടെ പോലും അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ കടുത്ത വിമർശനമായിരുന്നു അന്ന് ഈ ബിജെപി സർക്കാരിനെതിരെ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങോട്ട് ബിജെപിയിലേക്ക് ചേക്കേറാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ ബിജെപിയിലേക്ക് ചേക്കേറാൻ ഒരു ആയുധമായി മാത്രം ടോം വടക്കൻ ഇത് പറഞ്ഞുവെങ്കിലും അത് വലിയൊരു ആയുധമായി കോൺഗ്രസ് ബിജെപി ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി എന്തുകൊണ്ട് ടോം വടക്കൻ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നു എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം അവസരം ലഭിക്കാത്തതുകൊണ്ട് തന്നെയാണ്. വളരെ നിരവധി തവണ ടോം വടക്കൻ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിക്കാൻ, കേരളത്തിൽ പോലും മത്സരിക്കാനുള്ള വലിയ ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമത്തിന് ടോം വടക്കൻ കേരളത്തിൽ എത്തുമ്പോൾ തന്നെ സംസ്ഥാന നേതാക്കൾ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ രൺദീപ് സിംഗ് സുർജേവാല AICC ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ
आदरणीय साथी, सबसे पहले तो हम ये कहना चाहेंगे कि आतंकवाद के खिलाफ पूरे विश्व में जो लड़ने का एक मिशन है, उसे गहरा आघात पहुंचा जब कल रात इंडियन स्टैंडर्ड टाइम के मुताबिक चीन ने उग्रवादी मौलाना मसूद अजहर को अंतर्राष्ट्रीय उग्रवादी घोषित करने पर रोक लगवा दी। അതെ, അദ്ദേഹത്തിന്റെ പ്രതികരണം ആ വിഷയത്തിൽ നിന്ന് അദ്ദേഹം മാറിപ്പോയിരിക്കുന്നു. ശ്രീലാൽ തുടരാം പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ടോം വടക്കൻ പോയതിനേക്കാൾ കോൺഗ്രസിന് വിശദീകരിക്കേണ്ടി വരിക ടോം വടക്കൻ ഇപ്പോൾ BJP നൽകിയിരിക്കുന്ന ആയുധമാണ്. ആ ആയുധം പ്രത്യേകിച്ച് ഇപ്പോൾ സുർജേവാല ചൂണ്ടിക്കാട്ടിയതുപോലെ BJPയെ കടന്നാക്രമിക്കുന്നതിന് അസർ മസൂദിനെ ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ട സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി പോലും പറയുകയുണ്ടായി ചൈനയെ പ്രധാനമന്ത്രിക്ക് പേടിയാണ് എന്നുള്ള ഒരു ആരോപണം പോലും ഉന്നയിക്കുകയുണ്ടായി. അതിന് മറുപടിയായി BJPക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു ആയുധമായി മാറിയിരിക്കുന്നു ടോം വടക്കൻ എന്നുള്ളത്. എന്തുകൊണ്ട് ടോം വടക്കൻ പോയി എന്നുള്ളതിൻ്റെ കാരണം കേരളത്തിൽ പോലും ടോം വടക്കന് ഒരു അംഗീകാരം ലഭിക്കുന്നില്ല. AICC സെക്രട്ടറി ആയിരുന്നു മുമ്പ്, അതിനുശേഷം ആ സെക്രട്ടറി പദത്തിൽ നിന്നും ഒഴിവാക്കി, പിന്നീട് AICC വക്താവ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി, AICCയുടെ മാധ്യമ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കി, പിന്നീട് ഏറ്റവും ഒടുവിൽ AICCയുടെ മാധ്യമ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയെങ്കിലും അവസരങ്ങൾ നൽകാതെ മാറ്റി നിർത്തി. ഇങ്ങനെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ടോം വടക്കൻ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. 90 മുതൽ ഞങ്ങളെല്ലാം AICCയിൽ പോകുമ്പോൾ എല്ലാ ദിവസവും AICC ആസ്ഥാനത്ത് വളരെ സജീവമായി ഉണ്ടാകുന്ന ഒരു വ്യക്തിയായിരുന്നു ടോം വടക്കൻ. കേരളത്തിൽ ടോം വടക്കൻ മത്സരിക്കാനുള്ള പല ശ്രമങ്ങൾ നടത്തി. ഏറ്റവും ഒടുവിൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ടോം വടക്കൻ കേരളത്തിലെത്തിയിരുന്നു. നമ്മളിലൂടെ തന്നെ ടോം വടക്കൻ തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, തൃശ്ശൂരിലാണ് മത്സരിക്കാൻ ആഗ്രഹമുള്ളത്, തൃശ്ശൂർ പോയിട്ട് കേരളത്തിൽ എവിടെ മത്സരിക്കാൻ അവസരം നൽകിയാലും മത്സരിക്കും എന്നെല്ലാം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കേരളത്തിലെ പരിഗണനാ പട്ടികയിൽ പോലും ടോം വടക്കനെ ഉൾപ്പെടുത്താൻ സംസ്ഥാന നേതാക്കൾ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, മുമ്പ് AICC സമ്മേളനത്തിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുക കൂടി ചെയ്തിരുന്നു. അതായത് നൂൽക്കെട്ടി ഇറക്കുന്ന സ്ഥാനാർത്ഥികൾ കേരളത്തിൽ വേണ്ട, അതിനോടൊപ്പം തന്നെ AICC ആസ്ഥാനത്ത് അടിച്ചുവാരാനും ചായ വാങ്ങിക്കൊടുക്കാനും നിൽക്കുന്ന നേതാക്കൾ കേരളത്തിൽ മത്സരിക്കാൻ ദയവേത് ഇറക്കരുത് എന്ന് കേരളത്തിലെ ഒരു ജൂനിയറായ പ്രതിനിധിയെ കൊണ്ട് പ്രസംഗിപ്പിക്കുക പോലും ഉണ്ടായി. ഇങ്ങനെ ടോം വടക്കന് കേരളത്തിൽ നിന്ന് വലിയ അധിക്ഷേപങ്ങൾ തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. ടോം വടക്കൻ പല വിഷയങ്ങളിലും ആധികാരികമായി സംസാരിക്കുമ്പോൾ അതിനെ പരിഹസിക്കുന്ന ഒരു രീതി പോലും കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള നടപടികൾ കേരളത്തിൽ നിന്ന് ഉണ്ടായപ്പോൾ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ടോം വടക്കൻ ഇപ്പോൾ പോയിരിക്കുന്നത്. ഇപ്പോൾ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ MT രമേശ്, ടോം വടക്കൻ BJPയിലേക്ക് വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് കോൺഗ്രസിൽ നിന്ന് ഒരു പ്രമുഖ നേതാവ് BJPയിൽ ചേരുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എത്രമാത്രം പ്രതീക്ഷയോടെ കാണുന്നു? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർ BJPയിലേക്ക് ചേർത്തിരുന്നത് വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ്. നരേന്ദ്രമോദിക്ക് അനുകൂലമായി രാജ്യത്തെമ്പാടും ഉയരുന്ന ഒരു വലിയ ജനവികാരമുണ്ട്. ആ ജനവികാരത്തെ കുറിച്ച് നേരത്തെ അറിയുന്നവർ സ്വാഭാവികമായിട്ടും മോദിക്ക് അനുകൂലമായി പ്രതികരിക്കുന്നു എന്നതിലാണ്. മാത്രമല്ല, ടോം വടക്കനെ പോലെയുള്ള കോൺഗ്രസിന്റെ പ്രമുഖനായ ഒരു നേതാവ്, അഖിലേന്ത്യാ വക്താവായി പ്രവർത്തിച്ചിരുന്ന BJPയിലേക്ക് ചേരുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നേരെ പ്രസക്തമാണ്. ഒന്ന്, കോൺഗ്രസിനകത്ത് ഈ കഴിവുള്ള രാഷ്ട്രീയ ബോധമുള്ള ആളുകൾക്കൊന്നും യാതൊരു സ്ഥാനമില്ല. ഈ കുടുംബാധിപത്യത്തെ അംഗീകരിച്ചു കൊടുക്കുന്നവർക്ക് മാത്രമേ കോൺഗ്രസിനകത്ത് പ്രസക്തിയുള്ളൂ. രണ്ടാമത്തെ കാര്യം, പഴയ കോൺഗ്രസ് അല്ല, കോൺഗ്രസ് മോദി വിരോധം മൂത്തുകൊണ്ട് രാജ്യദ്രോഹപരമായിട്ടുള്ള നിലപാടുകളിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. പുൽവാമ സംഭവം അടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിൽ ഉന്നയിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ രാജ്യം ചർച്ച ചെയ്യപ്പെടും. തീർച്ചയായിട്ടും കേരളത്തിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന ദിവസമാണ് കേരളത്തിൽ നിന്നുള്ള പ്രമുഖനായ നേതാവ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേർന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തും വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ തുടക്കമാണ്. പക്ഷേ ശ്രീ രമേശ്, ഇന്നലെ പോലും ഈ ടോം വടക്കൻ പ്രധാനമന്ത്രിയെ കടന്നാക്രമിക്കുകയായിരുന്നു. അതിർത്തി സുരക്ഷയിൽ വീഴ്ചയുണ്ടായി. അതോടൊപ്പം തന്നെ മുമ്പ് ഈ പുൽവാമ ആക്രമണം ഉണ്ടായപ്പോഴും അതിനുശേഷം നമ്മൾ നടത്തിയ വ്യോമാക്രമണത്തിന്റെ എല്ലാ വിഷയങ്ങളിൽ ടോം വടക്കൻ പ്രധാനമന്ത്രിയെയും BJPയും വലിയ തോതിൽ കടന്നാക്രമിക്കുന്ന ഒരു നിലപാടെടുത്തത്. ഇന്നിപ്പോൾ അദ്ദേഹം മാറിപ്പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാനാകുക? അതിന് അദ്ദേഹം തന്നെ ന്യായീകരിച്ചിട്ടുള്ളൂ. അതിന് പറയാനുള്ള സാഹചര്യങ്ങളും വസ്തുതകളും അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളും അദ്ദേഹം അത് പറയും. ഏതായാലും ഇന്നലെ കോൺഗ്രസിനകത്ത് ടോം വടക്കൻ സജീവമായിരുന്നു എന്നുള്ളതിന് ഇത് തെളിവാണല്ലോ. കോൺഗ്രസിനകത്ത് സജീവമല്ലാതിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് മാറ്റി നിർത്തിയിട്ടുള്ള ഒരാളല്ല
ടോം വടക്കനാണ് ഇതിലൂടെ ബോധ്യമായിട്ടുള്ളത്. ഇന്നലെ വരെ കോൺഗ്രസിന്റെ നേതൃനിരയിൽ സജീവമായിരുന്ന ടോം വടക്കൻ ഇന്നിപ്പോ നരേന്ദ്രമോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വരുമ്പോ മറ്റൊന്നും ടോം വടക്കനെ കുറിച്ച് കോൺഗ്രസുകാർക്ക് പറയാനില്ലല്ലോ, മറ്റൊരു ആരോപണവും ടോം വടക്കാനെ കുറിച്ച് പറയാനുണ്ടാവില്ലല്ലോ. അത് രാജ്യത്തുണ്ടാകുന്ന മാറ്റത്തിന്റെ സൂചനയാണ്. ഒരു ടോം വടക്കൽ മാത്രം ഒതുങ്ങുന്നില്ല. തൃണമൂലിന്റെ എംപിമാർ വരുന്നു, കോൺഗ്രസിന്റെ MLA മാർ വരുന്നു, CPM-ന്റെ MLA-മാർ വരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇനി BJP ആണ് വേണ്ടത് എന്ന അർത്ഥം വരികയാണ്. നമോ യഗീൻ എന്നുള്ളത് രാജ്യത്തിന്റെ ഒരു പൊതുമുദ്രാവാക്യമാണ്. തീർച്ചയായും രമേശ്, അങ്ങനെ BJP-യിലേക്ക് നിരവധി ആളുകൾ വരുന്നു. തീർച്ചയായും താങ്കൾ പറയുന്നത് ശരി തന്നെയാണ്, BJP വരുന്നത്. പക്ഷേ ടോം വടക്കനിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ടോം വടക്കൻ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ വന്നപ്പോൾ ഞങ്ങളോട് തന്നെ പറഞ്ഞത് കേരളത്തിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്, തൃശ്ശൂരാണ് തന്റെ തട്ടകം, തൃശ്ശൂരല്ല കേരളത്തിൽ ഏത് സീറ്റ് കിട്ടിയാലും ലഭിക്കും, മത്സരിക്കുമെന്നുള്ള ഒരു നിലപാടും അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ ടോം വടക്കനെ BJP സ്ഥാനാർത്ഥിയായി കാണാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ ഒരു ആലോചന കൂടിയുണ്ടോ? അല്ല, അതിനെക്കുറിച്ച് ഇപ്പം എനിക്ക് ഏതായാലും പറയാൻ കഴിയില്ല. കാരണം BJP-യുടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര പാർലമെന്റ് ബോർഡും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമാണ്. അത് അവരാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ മുമ്പിൽ അത്തരം സ്ഥാനാർത്ഥിയൊന്നും വന്നിട്ടില്ല. ഇവിടെ നിന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ പോയിട്ടുണ്ട്. ബാക്കി കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ടോം വടക്കൻ BJP-ക്ക് വേണ്ടി മത്സരിക്കാൻ യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിയായി താങ്കൾ കാണുന്നുണ്ടോ ടോം വടക്കനെ? അല്ല, അദ്ദേഹം ഇന്ത്യയിലായ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണല്ലോ, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവാണല്ലോ. അദ്ദേഹം സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ഒരാളാണല്ലോ. അതിന്റെ അത്തരം ഒരാൾ എങ്ങനെയാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ അയോഗ്യനാക്കുക? രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും സ്ഥാനാർത്ഥികളായി യോഗ്യരാണല്ലോ. സ്ഥാനാർത്ഥികളാക്കാൻ യോഗ്യതയില്ലാത്തവർക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമോ? ഇന്നലെ വരെ AIC-യുടെ വക്താവായിട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയില്ലാത്ത ആളെന്ന് ആർക്ക് പറയാൻ സാധിക്കും? ഞങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? കോൺഗ്രസിന് പറയാൻ സാധിക്കുമോ? അപ്പൊ അതിലൊന്നും അർത്ഥമില്ല. BJP-യുടെ സ്ഥാനാർത്ഥി അദ്ദേഹം ആകുമോ ഇല്ലയോ തീരുമാനിക്കേണ്ടത് BJP-യുടെ കേന്ദ്ര നേതൃത്വമാണ്. ശരി, വളരെ നന്ദി ശ്രീ MT രമേശ് ഞങ്ങളോട് സഹകരിച്ചതിന്. ശ്രീലാൽ, ഇവിടെ MT രമേശ് തന്നെ ചൂണ്ടിക്കാട്ടിയത് കാര്യം എവിടെ മത്സരിക്കും എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തിന് ഇതുവരെ ഒരു ധാരണയില്ലാത്ത കാര്യം. ടോം വടക്കൻ നമ്മളോട് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തൃശ്ശൂരാണ് അദ്ദേഹം മത്സരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്ഥലം. തൃശ്ശൂരിൽ മത്സരിക്കാൻ ഇതിനോടകം തന്നെ BJP-യിൽ നിരവധി നേതാക്കൾ ആഗ്രഹമുണ്ട്. BDJS-ന്റെ സ്ഥാനാർത്ഥി അങ്ങനെ നിരവധി പേർ സന്നദ്ധത അറിയിക്കുകയാണ്. സംസ്ഥാനത്തെ BJP നേതൃത്വത്തെ ടോം വടക്കന്റെ വരവ് എങ്ങനെയായിരിക്കും? പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ സാധ്യത? അതോ രേണുക, നിലവിൽ BJP സംസ്ഥാന ഘടകത്തിനുള്ളിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല. അവിടെ ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. സീറ്റിന്റെ കാര്യത്തിൽ തന്നെ വലിയ തർക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എന്തായാലും ടോം വടക്കൻ കൂടി വരുമ്പോൾ ടോം വടക്കൻ ഇനി കേന്ദ്രത്തിലാകുമോ ടോം വടക്കൻ തുടരുക, അതോ കേരളത്തിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തത ഉണ്ടാവുള്ളൂ. ടോം വടക്കൻ അത് സംബന്ധിച്ചുള്ള മനസ്സ് തുറന്നിട്ടില്ല. ടോം വടക്കൻ എന്തായാലും BJP-യിലെത്തിയിരിക്കുന്നു. BJP-യിലെത്തി മലയാളി എന്ന സാഹചര്യത്തിൽ ടോം വടക്കൻ കേരളത്തിൽ മത്സരിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. അങ്ങനെ ചില സൂചനകൾ BJP-യുടെ കേന്ദ്ര നേതൃത്വം ലഭിക്കുന്നുമുണ്ട്. പക്ഷേ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ യാതൊരു അറിവുമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ടോം വടക്കൻ കേരളത്തിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. കോൺഗ്രസിലുള്ളപ്പോഴായിരുന്നു അങ്ങനെ ഒരു നിലപാട് ടോം വടക്കൻ എടുത്തത്. ടോം വടക്കൻ തീർച്ചയായും കേരളത്തിലൊരു അവസരം കിട്ടിയാൽ മത്സരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ ആ അവസരം ടോം വടക്കൻ എവിടെ ലഭിക്കും എന്നുള്ള ചോദ്യം ബാക്കിയാവുന്നു. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ടോം വടക്കൻ BJP-യിൽ ചേർന്നിരിക്കുന്നു. വലിയ തിരിച്ചടിയാണോ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കേൾക്കാമോ? അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ശ്രീലാൽ, ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ BJP-യിൽ എങ്ങും എത്താത്ത ഒരു സാഹചര്യമുണ്ട്. ആ കാര്യങ്ങളൊക്കെയും പിന്നീട് പരിശോധിക്കുമായിരിക്കും. പക്ഷേ നോക്കുമ്പോൾ UP-യിൽ നമ്മൾ കണ്ടതാണ്, പ്രീത ബഹുഗുണ ജോഷി ഉൾപ്പെടെയുള്ള പലരുടെയും BJP-യിലുള്ള ഒഴുക്ക് തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ സ്വാധീനിച്ചു എന്നത് കണ്ടതാണ്. ഇപ്പോൾ പലയിടങ്ങളിലായി ഇങ്ങനെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ, അതും കോൺഗ്രസിനെതിരെ BJP ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടുന്ന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ പാർട്ടിയിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ അത് ഏത് നിലയിലായിരിക്കും പ്രതിഫലിക്കുക? ഈ UP-യുടെ ഒക്കെ ഒരു ആവർത്തനം, ആ രീതിയിലുള്ളൊരു സ്വാധീനമൊക്കെ തെരഞ്ഞെടുപ്പിൽ ഇതുണ്ടാക്കുമോ? രേണുക, വടക്കേന്ത്യയിൽ ഇത് സർവ്വസാധാരണമാണ്. ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ജയസാധ്യതയുള്ള പാർട്ടിയിലേക്ക് ഒരു ഒഴുക്കുണ്ടാകുന്നത് വടക്കേന്ത്യയിൽ സർവ്വസാധാരണമാണ്. നമ്മുടെ നാട്ടിൽ ഇത് അത്ര അധികം ഉണ്ടാകാറില്ല. മലയാളികളായ രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ ഒരു പെട്ടെന്നുള്ള ചൂടുമാറ്റങ്ങൾ നടത്താറില്ല എന്നുള്ള മാത്രം. പിന്നൊന്ന്,
സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവർ ആ സ്ഥാനാർത്ഥിത്വം കിട്ടാതാകുമ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്നു. പിന്നെ BJP ഒരു പുതിയ പ്രവണത കൂടി തുടങ്ങി വെച്ചിട്ടുള്ളത് മറ്റൊരു പാർട്ടികളിൽ നിന്ന് വരുന്ന ആൾക്കാരെ സ്വീകരിക്കുക മാത്രമല്ല അവർക്ക് സാധിക്കുമെങ്കിൽ സീറ്റ് നൽകിക്കൊണ്ട് തന്നെ അവരെ സ്വീകരിക്കുന്ന ഒരു നടപടി കൂടി BJP തുടങ്ങിയിരുന്നു. അതുകൊണ്ടുകൂടി BJPക്ക് അനുകൂലമായ ഒരു ഒഴുക്ക് ആ ഒഴുക്ക് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. BJPക്ക് ഇപ്പോഴും വലിയ സാധ്യത വടക്കേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കൽപ്പിക്കപ്പെടുന്നു എന്നുള്ളത് കൂടി അത് നമ്മൾ കാണാതിരിക്കേണ്ട കാര്യമില്ല. അതുകൂടി കണ്ടു തന്നെയാണ് ഇങ്ങനെ ഒരു അധികാരമുള്ള സ്ഥലത്തേക്ക് പറന്നു വരുന്നത്. വെളിച്ചത്തിലേക്ക് ഇത് വരുന്നത് പോലെ തന്നെ ഒരു നടപടി ആയിട്ട് നമ്മളിത് കണ്ടാൽ മതി. പക്ഷേ കേരളത്തിലുമായി ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. BJP നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് കേരളത്തിലും ഇതുപോലുള്ള പ്രമുഖരെ ഞങ്ങൾ മറ്റ് പാർട്ടിയിൽ നിന്നും കൊണ്ടുവരും എന്നുള്ള പ്രഖ്യാപനം തന്നെ BJP നേരത്തെ നടത്തിയിരുന്നു. ദേശീയ തലത്തിൽ അമിത്ഷാ തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പോടെ വലിയ സർപ്രൈസുകൾ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനം അമിത്ഷാ നേരത്തെ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നതും അത് ഒരു അതിനുള്ള വിജയമായി തന്നെയാണ് നമ്മൾ ടോം വടക്കനെയും കാണേണ്ടത്. സാധാരണ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു ചൂടുമാറ്റങ്ങൾ സാധാരണ ഉണ്ടാകാറില്ലായിരുന്നു. പ്രമുഖ നേതാക്കൾ തന്നെ അങ്ങനെ ഒരു ചൂടുമാറ്റം ഉണ്ടായിരുന്നു. നമ്മൾ പല നേതാക്കളുടെയും പേരുകൾ കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടിരുന്നുവെങ്കിലും അവരെല്ലാം തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു ചൂടുമാറ്റം അങ്ങനെ ഒരു ആലോചന പോലും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഇപ്പോൾ ടോം വടക്കൻ അങ്ങനെ നടപടി സ്വീകരിച്ചിരിക്കുന്നു. കൃത്യമായി ടോം വടക്കൻ അങ്ങനെ നടപടി സ്വീകരിക്കുന്നതിന് ഒരു കാരണം കൂടി ടോം വടക്കൻ പറയുന്നു. ആ കാരണം എന്ന് പറയുന്നത് താൻ BJPയിലേക്ക് ചേരുമ്പോൾ BJPക്ക് പ്രയോഗിക്കുന്നതിന് ഒരു ആയുധം നൽകുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആ കാരണത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ആ കാരണത്തിന് BJP ആ കാരണം ഉയർത്തിയുള്ള പ്രചാരണം നടത്തുമ്പോൾ കോൺഗ്രസിന് ആ കാരണത്തിന് മറുപടി പറയേണ്ടി വരും. പ്രത്യേകിച്ച് BJPയെ അടിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമായി അതിർത്തിയിൽ ഉണ്ടായിട്ടുള്ള വെടിവെപ്പും അല്ലെങ്കിൽ തുടർന്ന വെടിവെപ്പും പുൽവാമ ആക്രമണവുമെല്ലാം കോൺഗ്രസ് ഉയർത്തുമ്പോൾ ആ കോൺഗ്രസിന് മറുപടി നൽകാൻ ഇതൊരു വലിയ ആയുധം തന്നെയാണ് BJPക്ക് ലഭിച്ചിരിക്കുന്നത്. അത് മാത്രമായിരിക്കുമോ BJPയുടെ ലക്ഷ്യം? ഇവിടെ നമ്മളുടെ കേരളത്തിലെ സാഹചര്യം നോക്കിയാൽ ടോം വടക്കനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തി ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം BJPയെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടോ എന്ന് സംശയിക്കണം. കോൺഗ്രസിൽ തന്നെയും വിജയസാധ്യത നോക്കി പലപ്പോഴും ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും ഉൾപ്പെടാൻ കഴിയാത്ത വ്യക്തിയാണെന്നത് ശ്രീലാൽ തന്നെ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തതാണല്ലോ. അപ്പോൾ ഒരു വിജയ സാധ്യത എന്നതിനപ്പുറം ഈ പരാമർശങ്ങൾ ഉപയോഗിക്കുക എന്നത് തന്നെ ആയിരിക്കുമോ കേരളത്തിലും BJPയുടെ തന്ത്രമാകാൻ പോകുന്നത്? അതിനപ്പുറം BJPയുടെ നേതൃത്വത്തിലുള്ള NDA അധികാരത്തിൽ വരികയാണെങ്കിൽ മറ്റെന്തെങ്കിലും വാഗ്ദാനങ്ങൾ അതായിരിക്കുമോ ഈ പാർട്ടി മാറ്റത്തിന് പിന്നിൽ? രേണുക വളരെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോം വടക്കിനെ ചുമലിലേറ്റി പ്രചാരണത്തിനിറങ്ങാനൊന്നും ഒരു പക്ഷേ കേരളത്തിലെ BJP നേതാക്കൾ തയ്യാറാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ടോം വടക്കനെക്കാളുമൊക്കെ എത്രയോ നാൾ ഈ പാർട്ടിക്ക് പ്രവർത്തിക്കുകയും ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വലിയ സംഭാവനകൾ നടത്തുകയും ചെയ്ത വ്യക്തികളാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ അല്പം മുമ്പ് സംസാരിച്ച MT രമേശ് പോലും. ഇവരെല്ലാം എത്രയോ നാളായി ഈ പാർട്ടി BJPയെ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയും വലിയ ത്യാഗങ്ങൾ അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള നേതാക്കളാണ്. ടോം വടക്കൻ എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസിൽ നിൽക്കുകയും അവിടെ നിന്ന് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വരികയും ചെയ്ത ആ വ്യക്തിയെ അങ്ങനെ ഒരു വലിയ സ്വീകരിച്ച് തോളിലേറ്റി നടക്കാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ ഇന്നിപ്പോൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കാര്യം. അതാണ് എന്തുകൊണ്ട് ടോം വടക്കൻ ഇന്ന് BJPയിൽ ചേർന്നുള്ള ഇന്ന് തന്നെയാണ് ടോം വടക്കന് BJPയിൽ ചേരാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമുള്ള ദിവസം, ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. അത് കേരളത്തിൽ രാഹുൽ ഗാന്ധി എത്തി വലിയ പ്രചാരണത്തിന് കോൺഗ്രസിന്റെ വലിയ പ്രചാരണത്തിന് തുടക്കമിട്ട് ഒരു ജേതാവായി മടങ്ങുന്ന രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാനുള്ള ഒരു അടി കൊടുക്കാനുള്ള ആയുധമാണ് ടോം വടക്കൻ. ടോം വടക്കൻ ഇന്ന് വലിയ ചർച്ചയും വിഷയവും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇതുപോലെ തന്നെ ടോം വടക്കൻ നാളെയും വലിയ സജീവമായി BJPയിൽ അങ്ങനെ ഒരു ചർച്ചാ വിഷയമായി നിൽക്കുമോ എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതിനോടൊപ്പം തന്നെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ടോം വടക്കൻ കേരളത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ എന്ത് പിന്തുണയാണ് BJPയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതും കൂടി നമ്മൾ മറ്റ് നേതാക്കളുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ അൽഫോൺസ് കണ്ണന്താനം BJPയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കപ്പെട്ട ഒരു സ്വീകാര്യത അത് മറ്റൊരു ഘടകം കൂടി കൊണ്ടാണ്. അദ്ദേഹം അത് രാഷ്ട്രീയത്തിലും അതിനപ്പുറത്ത് സിവിൽ സർവീസ് വ്യക്തിയായുമെല്ലാം അദ്ദേഹം കഴിവ് തെളിയിച്ചതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചത്. പക്ഷേ ടോം വടക്കൻ അങ്ങനെ കോൺഗ്രസിൽ പോലും ടോം വടക്കൻ ഒരു വക്താവായി നിന്നതിൻ്റെ അപ്പുറത്തേക്ക് ടോം വടക്കൻ ഒരു രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയം തെളിയിച്ച വ്യക്തിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ ടോം വടക്കനെ BJPയിൽ സംസ്ഥാനത്തേക്കാണ് ടോം വടക്കൻ കേരളത്തിലേക്കാണ് ടോം വടക്കൻ വരുന്നതെങ്കിൽ എത്ര സ്വീകാര്യത ലഭിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം. എങ്കിൽ ശ്രീലാൽ ഈ മൂവ്മെന്റ് നല്ലതുപോലെ തന്നെ ശ്രദ്ധിച്ചു കണ്ടാൽ BJP തെരഞ്ഞെടുപ്പിനെ എത്രമാത്രം കാര്യമായി പരിഗണിക്കുന്നുണ്ട്, അവർ അതിനെ സമീപിക്കുന്നുണ്ട് എന്നത് വ്യക്തമാകും കേരളത്തിലെ സാഹചര്യവുമായി വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ ടോം വടക്കനെ പോലെ ഒരു നേതാവ് അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെയും തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയാക്കാൻ BJPക്ക് കഴിയുന്നു എന്നത്
കാണേണ്ടതാണ്. ഒപ്പം തന്നെ കുമ്മനം രാജശേഖരന്റെ വരവ്, ഈ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഈ നേതാക്കൾ ഇവിടെ ഉണ്ടാക്കുന്ന ചലനം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ പൊതുവെ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നത്? ആർക്ക് അനുകൂലമായി ഇത് വരാനാണ് സാധ്യത? കുമ്മനത്തെ കൊണ്ടുവരുമ്പോൾ വ്യക്തമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ബി ജെ പിക്ക്, അല്ലെങ്കിൽ ബി ജെ പിയെ അതിന് നിർബന്ധിച്ച RSSന് വ്യക്തമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ ഏറ്റവും അവസാനം CPM ഇടതുമുന്നണി പ്രഖ്യാപിച്ച സി ദിവാകരനെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി, അതിൽ കുമ്മനത്തിനപ്പുറത്ത് ഇന്ന് ബി ജെ പിക്ക് ഒരു നേതാവില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കുമ്മനത്തെ കൊണ്ടുവരുന്നത്. അതിന് RSS വലിയ ഒരു നിലപാട്, RSS ഉറച്ച നിലപാട്, വലിയ നിലപാടല്ല ഉറച്ച നിലപാട് തന്നെ അക്കാര്യത്തിൽ RSS സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ കേട്ടിടത്തോളം 2-3 മണ്ഡലങ്ങളുടെ കാര്യത്തിലാണ് RSS അങ്ങനെ ഒരു ഉറച്ച നിലപാടെടുത്തത്. ഒന്ന് തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ, 2 പത്തനംതിട്ടയുടെ കാര്യത്തിൽ, ഇങ്ങനെ ചില നിലപാടുകളെടുത്തു. അങ്ങനെ ആണ് കുമ്മനത്തെ മടക്കി കൊണ്ടുവരുന്നത്. പക്ഷേ അങ്ങനെ RSSന്റെ പിന്തുണയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ആലോചനയുടെ ഭാഗമായിട്ടോ ഒന്നും ആകാനുള്ള സാധ്യത കുറവാണ് ടോം വടക്കനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നിൽ ടോം വടക്കനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ചില അടിയൊഴുക്കുകൾ, ചില മാറ്റങ്ങൾ, ദേശീയതലത്തിൽ നടക്കുന്ന ചില മാറ്റങ്ങൾ, ബംഗാളിൽ കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക്, കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് നേതാക്കൾ എത്തുന്നു. ഗുജറാത്തിൽ കോൺഗ്രസ് നിന്നും MLA തന്നെ ബി ജെ പിയിലേക്ക് എത്തുന്നു. അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോൾ കേരളത്തിന് മാത്രം മാറ്റി നിർത്താനാകില്ല എന്നുള്ളതുകൊണ്ട് കേരളത്തിൽ നിന്ന് പക്ഷേ അങ്ങനെ ഒരു നേതാവിനെ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിരുന്നുവെങ്കിലും അതിൽ വിജയിക്കാൻ ആയില്ല. രാമൻ നായർ അടക്കമുള്ള ചില ആൾക്കാരെ കൊണ്ടുവന്നുവെങ്കിലും അങ്ങനെ ഒരു വലിയ വിജയം നേടാൻ ബി ജെ പിക്ക് ആയില്ല. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ കൂടി നിൽക്കുന്ന ഒരു നേതാവിനെ ബി ജെ പിയിലേക്ക് എത്തിക്കുക, അതിലൂടെ കേരളത്തിന്റെ കാര്യത്തിലും ഒരു ബി ജെ പിയിലേക്ക് ആൾക്കാർ എത്തുന്നു അല്ലെങ്കിൽ നേതാക്കൾ എത്തുന്നു എന്ന് ഒരു തീരുമാനത്തിലെത്തിക്കുക. അതിനോടൊപ്പം തന്നെ ബി ജെ പിക്ക് കോൺഗ്രസിനെ അടിക്കുന്നതിന് ഒരു ആയുധം കൂടി ടോം വടക്കനെ കൊണ്ട് നൽകിക്കുക. ടോം വടക്കൻ ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ഗുണം ബി ജെ പിക്ക് ടോം വടക്കൻ ഡൽഹിയിൽ നിൽക്കുന്നതാകും. ദേശീയ വക്താവ് എന്ന നിലയ്ക്ക് ടോം വടക്കൻ ഈ കാര്യങ്ങളെല്ലാം വളരെ പരിചയമുള്ളൊരു നേതാവാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ ടോം വടക്കനെ ഡൽഹിയിൽ നിർത്തുന്നതിനേക്കാൾ ബി ജെ പി താല്പര്യമുണ്ടാവുക ടോം വടക്കനെ കേരളത്തിൽ ദേശീയ നേതൃത്വത്തിന് താല്പര്യമുണ്ടാവുക, കേരളത്തിലേക്ക് അയക്കുക അല്ലെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരിക, ഇവിടെ മത്സരിപ്പിക്കുക തുടങ്ങിയ ആലോചനകൾ ഒരു പക്ഷേ ദേശീയ നേതൃത്വത്തിന് ഉണ്ടാവായിരിക്കും. അവിടെയാണ് സംസ്ഥാന നേതൃത്വം അത് എത്രത്തോളം അംഗീകരിക്കും, എത്രത്തോളം സ്വീകരിക്കും എന്ന കാര്യം കാത്തിരുന്ന് കാണേണ്ടത്. ഇവിടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് ശ്രീലാൽ ചൂണ്ടിക്കാട്ടിയല്ലോ. രാഹുൽ ഗാന്ധി വലിയ ആവേശം ഉണർത്തി ആ ഒരു പ്രസംഗം ഒക്കെ കഴിഞ്ഞ് ഇനി കൊലപാതക രാഷ്ട്രീയം അത് ഒരു ചർച്ചാ വിഷയമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സന്ദർശിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. CPMനെ സംബന്ധിച്ച് സാഹചര്യങ്ങൾ എത്രമാത്രം അനുകൂലമാണ് കേരളത്തെ സംബന്ധിച്ച്? ഇപ്പോൾ ടോം വടക്കൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് കോൺഗ്രസിലുള്ളവർ നാളെ BJP ആകുന്ന സാഹചര്യം, തെരഞ്ഞെടുപ്പിൽ ഇതുവരെ നോക്കിയാൽ സ്ഥാനാർത്ഥികളെ ഒക്കെയും പ്രഖ്യാപിച്ച് പ്രചരണത്തിൽ മുന്നേറാൻ കഴിഞ്ഞ സാഹചര്യം, ഈ സാഹചര്യങ്ങളൊക്കെയും നോക്കുമ്പോൾ CPMനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ നീക്കം പോലും എത്രമാത്രം അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും? രേണുക, ടോം വടക്കൻ പറഞ്ഞ വിഷയം കേരളത്തിൽ ഒരു വലിയ ചർച്ചാ വിഷയമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ശ്രീലാൽ ഒന്ന് ഇടപെടുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ടോം വടക്കൻ BJPയിൽ ചേർന്നിരിക്കുന്നു, താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? വലിയ തിരിച്ചടിയാണോ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മുമ്പ് മാത്രമുള്ള ടോം വടക്കന്റെ BJPയിലേക്കുള്ള പോക്ക്? ഞാൻ കഴിഞ്ഞ 50 വർഷക്കാലമായി കേരള രാഷ്ട്രീയത്തിൽ നിറസാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. താഴെ തട്ട് മുതൽ AICC മെമ്പർ വരെ, KPC ജനറൽ സെക്രട്ടറി ഒക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. ശ്രീ ടോം വടക്കൻ ഒരിക്കലും കേരളത്തിലെ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിച്ചതായി എനിക്കറിയില്ല. ഒരു മണ്ഡലത്തിലോ ബ്ലോക്കിലോ ജില്ലയിലോ സംസ്ഥാനത്തോ ഒന്നും അദ്ദേഹം പ്രവർത്തിച്ചതായി എനിക്കറിയില്ല. അദ്ദേഹം AICCയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുണ്ട്. AICC ജോയിന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ആളുകളെ ഒരുപാട് സ്റ്റേറ്റിൽ നിന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ കേരളത്തിൽ നിന്ന് നമുക്കറിയാം കേരള രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ലാത്ത ചില ആളുകളെ ജോയിന്റ് സെക്രട്ടറി ആയി വെച്ച് ആന്ധ്രയുടെ ചുമതലയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ഒരു കാലത്ത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ആരാണ് അദ്ദേഹത്തെ ജോയിന്റ് സെക്രട്ടറി ആക്കാൻ ശുപാർശ ചെയ്തത്, എന്തടിസ്ഥാനത്തിലാണ്, എന്ത് മാനദണ്ഡത്തിലാണ് അദ്ദേഹത്തെ ജോയിന്റ് സെക്രട്ടറി ആക്കിയതൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഒരിക്കലും കോൺഗ്രസിന്റെ വക്താവായിരുന്നില്ല. അദ്ദേഹം ഈ ചാനലുകളുടെ ബാഹുല്യം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ വന്നപ്പോ ഞങ്ങൾ വക്താക്കളെ കൂടാതെ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ പാനലിസ്റ്റുകളെ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം വക്താക്കൾ യാതൊരു തിരിച്ചടിയും ഉണ്ടാക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്, ക്ഷമിക്കുക. രാജ്മോഹൻ ഉണ്ണിത്താനാണ് പ്രതികരിച്ചത്. എന്തായാലും AICC മുൻ വക്താവ് ടോം വടക്കൻ BJPയിൽ ചേർന്നിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളാണ് M ഉണ്ണികൃഷ്ണൻ നൽകിയത്. വിശകലനങ്ങളാണ് ഇൻപുട്ട് എഡിറ്റർ TJ ശ്രീലാൽ നൽകിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.